നമ്മുടെ ശ്രീതും സിബിനും ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടുത്തെ മത്സരാർത്ഥികളുടെ സ്വഭാവ രീതിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സിബിൻ പറയുന്നത്. സിബിനെന്ന് പറയാൻ കാര്യം സിബിൻ പുറത്തുനിന്ന് ഗെയിം കണ്ട് വന്ന ഒരാളാണ്. അപ്പം സിബിന് അവിടെ വന്നിരുന്ന് പുറത്ത് കാര്യങ്ങളൊക്കെ പറയാം, അവരുടെ സ്വഭാവ രീതിയൊക്കെ പറയാം. കാര്യം പ്രേക്ഷകർ ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിവിടെ വന്നിരുന്ന് പറയുമ്പോൾ ഒന്നും കൂടെ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് കിട്ടും. മെയിനായിട്ട് ജാസ്മിനെയും ഗബ്രിയും എന്ത് പറഞ്ഞാലും പുറത്ത് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് നമ്മുടെ സിബിനൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ബഹുഭൂരിഭാഗം കാര്യങ്ങളും പറയുന്നത് നമ്മുടെ ജാസ്മിനെയും അതുപോലെ ഗബ്രിയെയും ഒരുമിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് അർജുനിട്ടും പണി കൊടുക്കുന്നുണ്ട്, മരവാഴയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ ശ്രീതുവും അർജുനും തമ്മിലൊരു കോംബോ ഉണ്ടാകരുത്, അവർ തമ്മിൽ ഇനിയൊരു സൗഹൃദം ഉണ്ടാകരുതെന്ന് നമ്മുടെ സിബിൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രി കോംബോ അവർ പിരിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല, പലപ്പോഴും പറയുന്നുണ്ട് പിരിക്കണം, പക്ഷേ അവരൊരിക്കലും പിരിയരുത് എന്ന് തന്നെയാണ് സിബിൻ്റെ ആഗ്രഹം. കാര്യം ഇവർ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ട്രോങ് ആവും, അത് സിബിന് നന്നായിട്ട് അറിയാം. ഇവർ ഒരുമിച്ച് പോകുന്നതാണ് ഇവർക്ക് നെഗറ്റീവ് ഉണ്ടാകുന്നതും മറ്റുള്ളവർക്ക് ഗുണമായിട്ട് മാറുന്നതും അല്ലേ, അത് സിബിന് നന്നായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പിരിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും സിബിന് ആത്മാർത്ഥമായിട്ടില്ല. പക്ഷേ പലപ്പോഴും ഇപ്പോൾ സിബിൻ ഇരുന്ന് പറയുന്ന മെയിൻ കാര്യം ജാസ്മിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 100-50 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ജാസ്മിനെ കുറിച്ച് പറയും. കാര്യം അതിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നവരും പുറത്തുനിന്ന് പ്രേക്ഷക സപ്പോർട്ട് കൂടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇന്നലെ നൈറ്റ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ജാസ്മിൻ്റെ കൂടെ എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ മിണ്ടാതെ അനങ്ങാതിരുന്നാൽ നമുക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടൂല, നമ്മൾ സംസാരിച്ചേ പറ്റൂ. പക്ഷേ ജാസ്മിനോടൊക്കെ എനിക്ക് വഴക്കൂടാൻ പറ്റില്ല. കാര്യം ജാസ്മിൻ എന്നൊക്കെ പറയുന്നത് വെറും കൂതറയാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കൂതറ എടുത്ത് സംസാരിക്കണമെങ്കിൽ നമ്മളും അതുപോലെ ആവണം. പക്ഷേ എന്നോട് വല്ലതും പറഞ്ഞാൽ ഞാൻ തിരിച്ച് അതുപോലെ പറയുന്നത്. അപ്പം ഒരു കൂതറക്കല്ലേ തിരിച്ച് അതുപോലെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ, അല്ലാതെ നമ്മളോടത്ത് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അതേപോലെ ഇറങ്ങി സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പ്രതികരിക്കാൻ കഴിയും. ഇപ്പം അവർ പറയുന്ന എല്ലാ ഭാഷകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പം നമ്മളോട് ഒരാൾ വഴക്കം ഉണ്ടാക്കുമ്പോൾ നമുക്ക് തിരിച്ച് മറുപടി പറയാൻ കഴിയും, ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നിന്നുകൊണ്ട്. നമ്മുടെ പോയിൻറ്റ്സുകൾ എടുത്ത് പറയുമ്പോൾ പ്രേക്ഷകർ അത് മനസ്സിലാക്കും അല്ലേ. അല്ലാതെ അവർ പറയുന്ന അതേ രീതിയിൽ തറയായി സംസാരിച്ചാൽ മാത്രമേ പ്രേക്ഷകർ അത് മനസ്സിലാക്കുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ സിബിൻ പറയുന്നത് എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അതേപോലെ തിരിച്ച് മറുപടി പറയുന്നു. അപ്പം ഒരു കൂതറ പറയുന്ന രീതിയിൽ തിരിച്ച് പറയണമെങ്കിൽ മറ്റൊരു കൂതറയ്ക്കേ പറ്റൂ, എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പം എനിക്ക് തോന്നിയ പെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നന്ദനെ ആണെങ്കിലും സിബിനാണെങ്കിലും മറ്റുള്ള എല്ലാവരും ആണെങ്കിലും ജാസ്മിനെ പുറത്ത് കട്ട നെഗറ്റീവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എപ്പോഴും ജാസ്മിൻ കൂതറയാണ്, ജാസ്മിൻ്റെ ക്യാരക്ടർ കൊള്ളത്തില്ല, ജാസ്മിന് വൃത്തിയില്ല, ഇത് തന്നെ ഇങ്ങനെ 3 നേരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അതിന് പകരം ശക്തമായിട്ട് ജാസ്മിനെതിരെ ഗെയിം കളിക്കണം, ഗെയിം കളിച്ച് പ്രേക്ഷകരിൽ നിന്ന് ഒരു സപ്പോർട്ട് നേടണം. പക്ഷെ അതിന് പകരം മാക്സിമം ഒരാളെ ഒന്നാമത് നെഗറ്റീവാണ്, അപ്പോൾ അതിനോട് മാക്സിമം ഉപയോഗിച്ച് ആ നെഗറ്റീവ് ഉപയോഗിച്ച് താൻ പോസിറ്റീവ് ആകാൻ ശ്രമിക്കുന്ന പോലാണ് എനിക്കിപ്പോൾ ഈ സിബിൻ്റെയും നന്ദനുടെ ഒക്കെ ഗെയിം തോന്നുന്നത്. മാത്രമല്ല ഇവർക്കൊക്കെ അറിയാം എത്ര തന്നെ ജാസ്മിൻ പുറത്ത് നെഗറ്റീവ് ആണെങ്കിലും അത്ര തന്നെ ജാസ്മിൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ്. അപ്പം ആ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗെയിമിനെ പൊളിക്കാൻ ഇവർക്ക് കഴിയില്ലെന്ന് ഇവർക്കറിയാം. അത് പൊളിച്ചിട്ട് പ്രേക്ഷകരിൽ നിന്നൊരു പോസിറ്റീവ് ആകുവാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. പക്ഷെ അതിന് പകരം നെഗറ്റീവ് ആയിരിക്കുന്ന ആളെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് പോസിറ്റീവ് ആകാൻ ശ്രമിക്കുന്നതിനോട് എനിക്ക് ഒട്ടും ഒരു ഗെയിമറായിട്ട് തോന്നുന്നില്ല. എനിക്കിപ്പോൾ അൻസിബയുടെയും സിബിൻ്റെയും ഗെയിം ഏകദേശം ഒരുപോലാണെന്ന് തോന്നുന്നത്. അൻസിബ എടുത്ത് കട്ടിൽ കിടന്നുകൊണ്ട് അയാൾ ഇങ്ങനെയാണ് കേട്ടോ, മറ്റയാൾ ഇങ്ങനെയാണ് കേട്ടോ, അയാൾക്ക് ഇങ്ങനെ പോകണം കേട്ടോ എന്ന രീതിയിൽ പരദൂഷണം പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ സിബിൻ ഇവിടെ നടന്ന് പരദൂഷണം പറയുന്നത്. നടന്നാണ് ഇപ്പോൾ നമ്മുടെ സിബിൻ പരദൂഷണം പറയുന്നത്. എവിടെയൊക്കെ ക്യാമറ ഉണ്ട് അവിടെ എല്ലാ ആളെ കൊണ്ടിരുത്തി പരദൂഷണം പറയുക. മെയിനായിട്ട് ഇപ്പം പിടിച്ചിരിക്കുന്നത് നമ്മൾ ശ്രീതുവിനെ പിടിച്ച് വെച്ചിരിക്കുക കയ്യിൽ. കാര്യം ശ്രീതു അർജുനെടുത്ത് പോകാൻ പാടില്ല, അർജുനുമായിട്ട് ആരും ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ പാടില്ല. കാര്യം പുറത്ത് അത്യാവശ്യം ഇവർക്ക് ഫാൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പം അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും മാറ്റി നിർത്തുക എന്നതാണ് നമ്മുടെ സിബിൻ്റെ ഒരു ഗെയിം. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സിബിൻ്റെ ഗെയിം എന്ന് പറയുന്നത് പരദൂഷണ ഗെയിം തന്നെയാണ്. നമ്മുടെ അൻസിബയും സിബിനും ഓരോ ലെവലിൽ തന്നെ പോണത്. അൻസിബ ഓരോരുത്തർ ഇരിക്കുന്നു, സിബിൻ നടന്ന് പരദൂഷണം പറയുന്നു. അല്ലാതെ പ്രത്യേകിച്ചൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര മൈൻഡ് ഗെയിമർ ആയിരിക്കുന്നു, പക്ഷേ എനിക്ക് വലിയ മൈൻഡ് ഗെയിമറായിട്ട് തോന്നിയില്ല, പരദൂഷണ ഗെയിമറായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. അതായത് പുറത്തെ നെഗറ്റീവുള്ള ആളുകൾ കൂടുതൽ കൊണ്ട് പറഞ്ഞ് പോസിറ്റീവ് തന്നിലേക്ക് വരികയും അവർക്ക് മറ്റുള്ളവർക്ക് ഒന്നുകൂടെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. അല്ലാതെ വലിയൊരു ഗെയിമറായിട്ട് തോന്നില്ല. ഇനി മാറുമായിരിക്കാം, ഒന്ന് നോക്കാം നമുക്ക്. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.